നമസ്കാരം, എല്ലാവർക്കും അട്രാക്ട് യുവർ ഡ്രീംസ് വിത്ത് സമന്യ എന്ന നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ സ്വിച്ച് കോഡിൻ്റെയാണ്. ഒരു സ്വിച്ച് കോഡ് ഇപ്പം നേരത്തെ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വീഡിയോയുടെ താഴെ കമൻ്റായിട്ട് ആളുകൾ വിവാഹം നടക്കാനും വസ്തു വിൽക്കാനും വീട് വാങ്ങാനും ജോലി കിട്ടാനും അങ്ങനെയൊക്കെ വേർഡ്സ് പറയാമോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ ആദ്യം വിചാരിച്ചത് കോഡ് ഓരോ വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോഴാണ് ഈ സ്വിച്ച് കോഡ് ഇത് വളരെ പവർഫുള്ളായിട്ട് ഇന്ന് ഞാൻ തരാൻ പോകുന്ന സ്വിച്ച് കോഡ് വളരെ മാജിക്കലി വർക്ക് ചെയ്യുന്ന വണ്ടേഴ്സ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ എന്നാൽ പിന്നെ എല്ലാവർക്കും കൂടി ഒരു സ്വിച്ച് കോഡ് തരാമെന്ന് ഞാൻ വിചാരിച്ചു. ഈ സ്വിച്ച് കോഡ് നിങ്ങളുടെ ആവശ്യം എന്താണെങ്കിലും, ഇപ്പോൾ ധനപരമായ ബുദ്ധിമുട്ടുകൾ മാറാനാണ് വെച്ചാലും, ധനം കൂടുതൽ വരാനാണെങ്കിലും, ഇപ്പോൾ നമുക്ക് സ്റ്റക്കായിട്ടുള്ള എവിടെയെങ്കിലും നമ്മുടെ ക്യാഷ് കിടക്കുന്നുണ്ട് അതിങ്ങോട്ട് വരാനാണെങ്കിലും ഇത് യൂസ് ചെയ്യാം. അതുപോലെ നമ്മളൊരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, നമുക്ക് നല്ലൊരു സക്സസ് ആയിട്ട് നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ ജോലി സംബന്ധമായിട്ടൊരു നല്ല ജോലി കിട്ടാനോ അല്ലെങ്കിൽ ജോലിയിൽ കൂടുതൽ പ്രോഗ്രസ് ഉണ്ടാവാനോ അതിനെല്ലാം വേണ്ടിയിട്ടും ഈ കോഡ് യൂസ് ചെയ്യാം. കാരണം ഈ കോഡ് ഒരു ഓൾ പർപ്പസ് കോഡാണ്. എന്താണോ നിങ്ങളുടെ ആഗ്രഹം അത് നടക്കും. ഇപ്പോൾ ബിസിനസ് സക്സസ് ആയി അല്ലെങ്കിൽ നമ്മളൊരു പ്രോജക്റ്റ് കൊടുത്തിട്ടുണ്ട്, അതിനൊരു സക്സസ് റേറ്റ് വേണം, അല്ലെങ്കിൽ ഒരു വിജയ സാധ്യതയുള്ള കുറച്ച് പ്രോജക്ട്സ് ഒക്കെ ചെയ്യുവാണ്, അതിനൊരു വിജയ സാധ്യത ഉണ്ടാവണം, അത് വിജയിക്കണമെന്നുണ്ടെങ്കിൽ ഈ കോഡ് യൂസ് ചെയ്യാം. പിന്നെ ഒരു വീട് വാങ്ങണമെന്നോ വീട് ഉണ്ടാക്കണമെന്നോ അങ്ങനെ വീട് സംബന്ധമായിട്ടുള്ള ഒരു ഡ്രീം ഉണ്ട് വെച്ചാൽ അതിന് ഈ കോഡ് നിങ്ങൾക്ക് ചൊല്ലാം. പിന്നെ അതുപോലെ ബേബീസ്, നമ്മുടെ ഒരു കുഞ്ഞെന്ന സ്വപ്നം ഒരു ഭയങ്കര ഇതാണ്. അപ്പോൾ അതിനൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്ന ആൾക്കാർക്കും ഈ കോഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഈ കോഡ് കൊണ്ട് നമ്മൾ എന്താണോ നമ്മുടെ ആഗ്രഹം അത് നമ്മൾക്ക് ഈ കോഡ് യൂസ് ചെയ്ത് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. ഞാൻ വെറുതെ പറയണമല്ല കേട്ടോ. കാരണം വെച്ചാൽ ഈ കോഡിന് എല്ലാ പവേഴ്സുമാണുള്ളത്. ഒരു ഭയങ്കര ഫ്രീക്വൻസി ഉള്ളൊരു നമ്പറാണിത്. ഇപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ഇഷ്യൂ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പറഞ്ഞു തീർക്കാൻ സാധിക്കുന്നില്ല, അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ വളരെ കുറവാണ്, ആ ഒരു റിലേഷൻഷിപ്പിനെ നിങ്ങൾക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകണം, നിങ്ങളുടെ പ്രണയം, നിങ്ങളുടെ സൗഹൃദം എന്താണെങ്കിലും നിങ്ങൾക്ക് ഈ കോഡ് യൂസ് ചെയ്ത് ഒരു നല്ല ഇതിലേക്ക് വരാം. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിക്കണം, അങ്ങനെയുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ കോഡ് ചൊല്ലാം. അങ്ങനെ ഈ കോഡ് വെച്ചിട്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലുള്ള നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാക്ഷാത്കരിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ. പിന്നെ വീട് വിൽക്കാൻ വേണ്ടി ആലോചിക്കുന്നുണ്ടെങ്കിൽ, വീട് വാങ്ങാൻ ആലോചിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ നമ്മുടെ പ്രോപ്പർട്ടി നമ്മൾ വിൽക്കാൻ ആലോചിക്കേണ്ടത് തടസ്സം ഉണ്ടാവുന്നുണ്ട് എങ്കിൽ നമുക്ക് ഈ കോഡ് യൂസ് ചെയ്യാം. അങ്ങനെ ഈ കോഡ് എന്താണ്, എല്ലാ കാര്യത്തിന് വേണ്ടിയിട്ടും യൂസ് ചെയ്യാം. സില്ലി മാറ്റേഴ്സിന് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം കേട്ടോ. അത് വളരെ മനസ്സിൽ വേണം. നമുക്കൊരു സില്ലി ആയിട്ടുള്ളൊരു കാര്യസാധ്യതത്തിന് വേണ്ടിയിട്ടൊന്നും ഇത് യൂസ് ചെയ്യേണ്ട. നമ്മുടെ ഭയങ്കരമായ ആഗ്രഹമാണെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്യാം. കാരണം ഇത് നമുക്ക് നടത്തിത്തരും. സില്ലി കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ കോഡ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെയാണ് പറയുക, നമ്മുടെ ഒരു നല്ല ഡ്രീമിനെ അച്ചീവ് ചെയ്യാൻ സാധിക്കാൻ നമ്മൾ ശ്രമിക്കുന്ന സമയത്ത് അത് നടക്കണം എന്നൊന്നുമില്ല. അപ്പോൾ ഇനി ഞാൻ ആ കോഡ് പറഞ്ഞുതരാം. അതിൻ്റെ ഫ്രീക്വൻസി പവർഫുൾ കോഡാണ്. നിങ്ങളത് നോട്ട് ചെയ്യുക. 1176 അത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പറയാം. ഇത് ബ്ലൂ പെന്നിൽ നിങ്ങളുടെ ലെഫ്റ്റ് കയ്യിൽ നിങ്ങൾക്ക് എഴുതിയിടാം. ലെഫ്റ്റ് പാർട്ട് ഓഫ് ദ ബോഡി, ആ ലെഫ്റ്റ് സൈഡ് നിങ്ങളുടെ ബോഡി പാർട്സ്. ഇപ്പം നമ്മളിപ്പോൾ റിസ്റ്റിലൊക്കെ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആളുകളൊക്കെ ശ്രദ്ധിക്കില്ലേ എന്നുള്ളൊരു തോന്നലുണ്ട് വെച്ചാൽ ഡ്രസ്സ് വന്ന് വീഴുന്ന സ്ഥലമില്ലേ, അവിടെ നമുക്ക് അതായത് വേറെ ആരും കാണില്ല, പക്ഷെ നമ്മളത് ഓൾറെഡി നമ്മുടെ ബോഡിയിൽ എഴുതിയിട്ടുണ്ട് 1176. ഓക്കെ. അപ്പോൾ അങ്ങനെ വേണമെങ്കിലും സ്വിച്ച് കോഡ് നിങ്ങൾക്ക് യൂസ് ചെയ്യാം, നിങ്ങൾക്ക് എഴുതാം, ഒരു പേപ്പറിൽ ഇങ്ങനെ എഴുതാം. ആ ഇൻറ്റൻഷൻ, നിങ്ങളുടെ ആഗ്രഹം ഭയങ്കര നന്നായിട്ട് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓൾ ദ ടൈം ഇൻറ്റൻഷൻ ഹറിബറിയിൽ ചെയ്യരുത്, തിരക്കിൽ ചെയ്യരുത്. സ്വസ്ഥമായിട്ട് ഇരുന്നിട്ട് ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചതിന് ശേഷം നിങ്ങളിത് ചൊല്ലുവാണെങ്കിലും എഴുതുവാണെങ്കിലും ഓക്കെ. ഈ കോഡ് നിങ്ങളുടെ എല്ലാ ആഗ്രഹവും നടത്തിത്തരും. എന്നിട്ട് പ്രപഞ്ചത്തിനോട് നല്ലോണം ഹൃദയം നിറഞ്ഞ് നന്ദി പറയാം. താങ്ക് യു യൂണിവേഴ്സ്, ഈ പ്രപഞ്ചത്തിനോട് എൻ്റെ ആഗ്രഹം നടത്തി തന്നതിന് നന്ദി എന്ന് പറയുക. ആ താങ്ക് യു യൂണിവേഴ്സ് എന്നുള്ളതും എന്ന് എഴുതിക്കോളൂ, അത് നല്ലതാണ്. പ്രപഞ്ചത്തിനോട് നന്ദി പറയുവാണെങ്കിൽ എല്ലാ ആഗ്രഹങ്ങളും പ്രപഞ്ചം നമുക്ക് നടത്തി തരും. ഓക്കെ. അപ്പോൾ എല്ലാവരുടെ ആഗ്രഹം നടക്കട്ടെ. സ്റ്റേ ബ്ലെസ്ഡ് ഓൾവേസ്. താങ്ക് യു.